3 വർഷങ്ങൾക്ക് മുൻപ് കേരളത്തെ നടുക്കിയ സംഭവമായിരുന്നു എറണാകുളം കടമക്കുടിയിലെ കൂട്ടാത്മഹത്യ. പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടാവും. കൂട്ടാത്മഹത്യ ലോൺ ഓപ്പുകാരുടെ ഭീഷണിയെ തുടർന്നാണെന്നാണ് കണ്ടെത്തൽ. എന്നാൽ ലോൺ ആപ്പ് കോൾ സെന്ററിലെ ജീവനക്കാരനായിരുന്ന ഗുജറാത്ത് സ്വദേശിയെ അറസ്റ്റ് ചെയ്തതിനപ്പുറം പോലീസ് അന്വേഷണം എങ്ങുമെത്തിയില്ല. പ്രതികളെ പിടികൂടിയിട്ടില്ലെന്നാണ് കുടുംബത്തിന്റെ പരാതി. മൂന്ന് വർഷങ്ങൾക്കിപ്പുറവും ഈ അമ്മയുടെ കണ്ണീർ തോർന്നിട്ടില്ല. അത്രമേൽ കൊടും ക്രൂരതയ്ക്ക് നേർസാക്ഷിയാണ് 66-കാരിയായ ആനി. 2023 സെപ്റ്റംബർ 11 രാത്രിയാണ് 6ഉം 9ഉം വയസ്സുള്ള മക്കളെ വിഷം നൽകി കൊലപ്പെടുത്തിയ ശേഷം നിജോയും ഭാര്യ ശില്പയും ഈ വീട്ടിൽ തൂങ്ങി മരിച്ചത്. ഭാര്യയുടെ വിദേശ ജോലിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ബാധ്യതയെ തുടർന്നുള്ള കൂട്ട ആത്മഹത്യയെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ അധികം വൈകാതെ ബന്ധുക്കളുടെ പരാതി പോലീസിന് ലഭിച്ചു. ശില്പയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ ബന്ധുക്കളുടെ മൊബൈൽ ഫോണുകളിലേക്ക് എത്തിയെന്നായിരുന്നു പരാതി. അതോടെയാണ് ഇരുവരും ലോൺ ആപ്പ് വഴി വായ്പ എടുത്തിരുന്നുവെന്ന് പോലീസ് മനസ്സിലാക്കുന്നത്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയതോടെ ഭീഷണിപ്പെടുത്താൻ അയച്ചതാണ് ചിത്രങ്ങൾ. നിജോയുടെയും ഭാര്യയുടെയും മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ആയതോടെ ബന്ധുക്കളുടെ നമ്പറുകളിലേക്ക് അയക്കുകയായിരുന്നു. ഇരുവരുടെയും മൊബൈൽ ഫോണിൽ നിന്ന് ലോൺ ആപ്പ് സംബന്ധിച്ച പ്രധാനപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നില്ല. പിന്നീട് നടത്തിയ വിശദമായ അന്വേഷണത്തിൽ ബന്ധുക്കളുടെ മൊബൈലിലേക്ക് മോർഫ് ചെയ്ത ചിത്രങ്ങൾ അയച്ച പ്രതിയെ കണ്ടെത്തി. ഗുജറാത്തിലെ സൂറത്തിലെത്തി ഇയാളെ അറസ്റ്റ് ചെയ്തെങ്കിലും കോടതിയിലെത്തിയപ്പോൾ ജാമ്യം ലഭിച്ചു. ഇതിനപ്പുറം മുഖ്യപ്രതികളെ കണ്ടെത്താനുള്ള കൂടുതൽ അന്വേഷണം പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുമില്ല. അവരെ പിടിച്ചെന്നെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടൂലേ? ഒന്നും പറഞ്ഞിട്ടില്ല. ഒരു പോലീസുകാരും വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അപേക്ഷയൊക്കെ വെച്ച് കേസ് കൊടുത്തെന്നുള്ളത് ഉറപ്പാണ്. ആരും വന്നിട്ടില്ല. എനിക്ക് വായ്പ 4 നഷ്ടപ്പെട്ടു. അത്ര തന്നെ. കുറെ രാഷ്ട്രീയക്കാർ വന്നല്ല, സതീശൻ മുതൽ എല്ലാവരും വന്ന് അമ്മയുടെ കൂടെ ഉണ്ട്. ആരുണ്ടായി? ഒരാളും സഹായവും ചെയ്തില്ല. അതേസമയം ലോൺ ആപ്പിലെ യഥാർത്ഥ കുറ്റവാളികളിലേക്ക് എത്തുന്നതിൽ പരിമിതികളുണ്ട് എന്നാണ് പോലീസിന്റെ വാദം. റിപ്പോർട്ടർ, കൊച്ചി. നമുക്കിപ്പം ശരണുണ്ട്. ശരൺ, നമ്മളെയൊക്കെ നടുക്കിയതായിരുന്നു ആ, ശരിക്കും പറഞ്ഞാൽ കൂട്ടയാത്മഹത്യ. 2 പിഞ്ചു കുഞ്ഞുങ്ങൾക്കും വിഷം കൊടുത്താണ് അവർ ആത്മഹത്യ ചെയ്തത്. ശില്പയുടെ ചിത്രങ്ങൾ, മോർഫ് ചെയ്ത ചിത്രങ്ങൾ മറ്റുള്ള ബന്ധുക്കൾക്ക് അയച്ചു കൊടുത്തതോടുകൂടിയാണ് അവരങ്ങനെ ഒരു തീരുമാനമെടുത്തത്. നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് അതിൽ ഈ ചിത്രങ്ങൾ അയച്ചു കൊടുത്ത കോൾ സെന്ററിലെ ഒരു ജീവനക്കാരനെ മാത്രം അറസ്റ്റ് ചെയ്ത് പോലീസ് ആ നടപടി അവസാനിപ്പിക്കുകയായിരുന്നു. അയാളിൽ നിന്ന് ഈ ലോൺ ആപ്പ് സംഘത്തിലേക്ക് പോകാൻ പോലീസിന് എളുപ്പമായിരുന്നില്ലേ? പോലീസ് എന്തുകൊണ്ടാണ് ഈ അന്വേഷണം പാതി വഴിയിൽ അവസാനിപ്പിച്ചത്? ശരൺ. അരുൺകുമാർ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് ഇത്തരത്തിലുള്ള കേസുകളൊക്കെ തന്നെ നമ്മൾ സമീപകാലത്ത് നിരവധി കേസുകൾ കണ്ടിരുന്നതാണ്. അപ്പോഴൊക്കെ തന്നെ ഏതെങ്കിലും ഒരാളെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അയാൾ വഴി മുഖ്യ പ്രതികളിലേക്ക് എത്താനുള്ള ശ്രമമാണ് പലപ്പോഴും പോലീസ് നടത്തുക. പക്ഷേ ഇവിടെ ഇയാൾ തന്നെ അന്വേഷണം ഒതുങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. അതിനുശേഷം അതായത് ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഈ മുഖ്യ പ്രതികളിലേക്ക് എത്താനുള്ള ചോദ്യം ചെയ്യൽ, അങ്ങനെ ആ വിവരങ്ങൾ ലഭിച്ച് ആ നിലയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ കോൾ സെന്റർ ജീവനക്കാരനെ മാത്രം അറസ്റ്റ് ചെയ്തുകൊണ്ട് കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കുകയാണ് പോലീസ് ചെയ്തിരുന്നത്. പോലീസ് പ്രധാനമായി പറയുന്നത് ഇത്തരത്തിലുള്ള കേസുകളിൽ ഈ മുഖ്യ പ്രതികൾ, അതായത് ലോൺ ആപ്പ് സംബന്ധിച്ചുള്ള യഥാർത്ഥ കുറ്റവാളികളിലേക്ക് എത്തുന്നതിൽ തങ്ങൾക്ക് പരിമിതിയുണ്ട്. ഒരു കേന്ദ്ര ഏജൻസിയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ നിലയിൽ പോകാൻ കഴിയും. പക്ഷേ ഒരു സംസ്ഥാന ഏജൻസിയായ പോലീസിന് അതിൽ പരിമിതികൾ ഉണ്ടെന്നുള്ളതാണ്. എന്തായാലും ഈ കേസിന്റെ തുടക്കം മുതൽ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഈ 2 പേരുടെയും മൊബൈൽ ഫോണുകളിലേക്ക് ഈ മോർഫ് ചെയ്ത ചിത്രങ്ങൾ, ശില്പയുടെ മോർഫ് ചെയ്ത ചിത്രങ്ങൾ വന്നിരുന്നു എന്നുള്ളതാണ്. അതിൽ ഒരു പക്ഷേ അവർ വലിയ രീതിയിൽ തന്നെ പാനിക്കാവുകയും ഒപ്പം തന്നെ അവരെ സംബന്ധിച്ച് അഭിമാനക്ഷതമേൽക്കുന്നു എന്നൊരു തോന്നൽ, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലാകാം ഒരു പക്ഷേ ഈ കൂട്ട ആത്മഹത്യയിലേക്ക് പോവുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും 2 പേരുടെ മൊബൈൽ ഫോണിൽ നിന്ന് കാര്യമായ വിവരങ്ങളൊന്നും തന്നെ ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പിന്നീട് ഈ ബന്ധുക്കളുടെ മൊബൈൽ ഫോണിലേക്ക് ആരാണ്
ഇത്തരത്തിൽ സന്ദേശം അയച്ചത് എന്ന് കണ്ടെത്താനുള്ള അന്വേഷണത്തിലേക്ക് കടന്നു. അങ്ങനെ അന്വേഷണം നടത്തിയപ്പോഴാണ് ഗുജറാത്തിലെ ഒരു കോൾ സെന്ററിൽ നിന്ന് ഒരു ജീവനക്കാരനാണ് ഇത് അയച്ചതെന്നുള്ളത് കണ്ടെത്തുന്നത്. അങ്ങനെ പോലീസ് സംഘം ഗുജറാത്തിലെ സൂറത്തിലെത്തി ഇയാളെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ പറഞ്ഞത് താനൊരു ജീവനക്കാരൻ മാത്രമായിരുന്നു എന്നുള്ളതാണ്. അതിനപ്പുറം തനിക്ക് മറ്റുള്ള ആളുകളെ കുറിച്ച് അറിയില്ല എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ വിശദമായ ചോദ്യം ചെയ്യലിലൂടെ ഒരുപക്ഷെ ഈ കേസിൽ കൂടുതൽ കണ്ടെത്തലിലേക്ക് മുഖ്യപ്രതികളിലേക്ക് തന്നെ പോലീസിന് എത്താമായിരുന്നു. ഒരു SIT രൂപീകരിച്ചുള്ള അന്വേഷണം നടന്നിട്ട് പോലും ഈ അന്വേഷണം എങ്ങും എത്തിയില്ല എന്നുള്ളതാണ്. അതാണ് ഇതിൽ ഏറ്റവും നിരാശാജനകമായ കാര്യം. ലോണാപ്പ് വീണ്ടും ജീവനെടുക്കുമ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഇത്തരം നിസ്സംഗതകൾക്ക് നമ്മൾ കൊടുക്കുന്ന വില ചെറുതല്ല.